നൂറുൻ സാക്കിനും ഫിൽ ഖൽബി യഖ്തലി തഫദ്ദുല വൽ ഇഹ്സാൻ. എൻ്റെ ഭാര്യയുടെ മനസ്സിടക്കാൻ ഞാൻ എത്ര സാരി കൊണ്ടുകൊടുത്തിട്ടും കാര്യമില്ല, എത്ര നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം എൻ്റെ ഭാര്യ തന്നതുകൊണ്ടുമായില്ല. നൂറുൻ സാക്കിനും ഫിൽ ഖൽബി യഖ്തലി തഫദ്ദുല വൽ ഇഹ്സാൻ. എൻ്റെ മനസ്സിൽ ഗൾഫിലിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ്, അതാ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അങ്ങകലെ, അതാ സൗദിയിൽ, യുഎഇയിൽ, ഖത്തറിൽ, ബഹ്റൈനിൽ, കുവൈത്തിൽ, അതാ കൊടും ചൂടിൽ അതാ വെന്തിരിക്കൊണ്ട് കഷ്ടപ്പെട്ട് നരകിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അരച്ചാൻ വയറ് നിറക്കാൻ വേണ്ടിയല്ല, എന്റെ ഭർത്താവ് സുഖമായി കഴിയാനല്ല. 1000 സ്വപ്നങ്ങളോടെ എന്നെ ഇണയായി തിരഞ്ഞെടുത്ത പ്രിയപ്പെട്ട ഭർത്താവ് മധുവിധു ആസ്വദിക്കുന്നതിന് മുമ്പ് അതാ സൗദിൽ നരകതുല്യമായ ജീവിതം കഴിക്കുന്നത് എന്റെയും എന്റെ കുട്ടികളുടെയും മരച്ചാൻ നിറക്കുന്നതിന്റെ കുടുംബജീവിതം സുഭിക്ഷപ്പെടുത്തുന്നതിന് ആ ഭർത്താവിനെ മാനസികമായി തകർച്ചപ്പെടുത്തി, മാനസികമായി തകർന്നാൽ ഞാൻ തകർന്നു പോകും, ആ ഭർത്താവിനെ മാനസികമായി വേദനിപ്പിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഭാര്യ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? നോ. ഭർത്താവ് ഇവിടെ നാട്ട് കാലിക്കറ്റ് എയർപോർട്ടിലെത്തി ഫോൺ ചെയ്യാന്നാണ് നല്ല കാലം. ഫോണെങ്ങാനും ചെയ്താ പെണ്ണടുത്ത് ഇതിനെ കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയൂല, നിങ്ങൾ ആ തള്ളനെ കൊണ്ട് ഞാൻ ഇടങ്ങാറാകല്, ഇന്നെ കൊണ്ട് നിൽക്കാൻ കഴിയൂല. ഭർത്താവ് ബോഡി ഫാസ് എടുത്തിട്ട് ആ ബോഡി ഫാസ് നാട്ടിൽ കാണോ പെരയിൽ കാണോ എവിടുക്കാ പോകണ്ടത് എന്നുള്ള ചിന്തയിലാ. അങ്ങനെ അത് കഴിഞ്ഞ് യുഎഇയിൽ ചെന്ന് ഉമ്മ ഫോൺ എടുത്താലേ ഈ കൊണ്ടുവന്നൊരു സാധനം ഇവിടെ ഉണ്ടല്ലോ, അതിനെ കൊണ്ട് ഞാൻ പെട്ട പാട് ചില്ലറ പാടൊന്നുമല്ല. ഒന്നിരിക്കലും ഈ അല്ലെങ്കിൽ ഞാൻ കടലിലോ കരയിലോ ചെയ്ത എവിടെ പോവാ ഭർത്താവിന്റെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ഹജ്ജിന് പോയ ടൈമിൽ മിനയിൽ ഒരു ടീം 85 ആളുകൾ ആ കുടുംബത്തിൽ നിന്ന് ഹജ്ജിന് വന്നിട്ടുണ്ട്. അവർ ദ്വാരപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. മനസ്സിലാക്കണം, ഒരു കുടുംബത്തിൽ നിന്ന് തറവാട്ടിൽ നിന്ന് 85 ആളുകൾ ദ്വാരക്കാൻ നേരത്ത് പോലും പറഞ്ഞൊരു വാക്കാ, ഞങ്ങളെല്ലാം വിദേശത്തുള്ളവരാ, ഞങ്ങളൊന്ന് ഫോൺ ചെയ്താൽ ഭാര്യയിൽ നിന്ന് നല്ലൊരു ആൻസർ കിട്ടാൻ നിങ്ങൾ ദ്വാരക്കണം. മുമ്പൊക്കെ ദ്വാരക്കാൻ ഈമാൻ സലാമത്താകാനാ ദ്വാരക്കാൻ പറയല്. ഇത് പറഞ്ഞ എന്താ, ഞങ്ങൾ ഫോൺ ചെയ്താൽ ഭാര്യയിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു സമാധാനമുള്ള മറുപടി കിട്ടാൻ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യമാരുടെ തകരാറാണോ? എന്നാൽ പ്രിയപ്പെട്ട ഭർത്താവ് AC റൂമിലിരുന്ന് തീയുന്ന ഫാനിന്റെ മുമ്പിൽ മരവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആ കൊടിഞ്ഞ് ആ ചെറ്റക്കൂരയിൽ അല്ലെങ്കിൽ ആ അടുക്കളയിലെ തീച്ചൂളയിലിരുന്നു കൊണ്ട് കാലത്ത് 4 മണിക്ക് 5 മണിക്ക് അടുക്കളയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, അവിടുന്ന് നാസ്ത ഉണ്ടാക്കുന്നത്, അവിടുന്ന് ഭക്ഷണം പാകം ചെയ്യുന്നത് അവളുടെ മാത്രം ആവശ്യത്തിന് വേണ്ടിയല്ല, എൻ്റെ കുട്ടികളെ സംരക്ഷിക്കാനാണ്. ആ ഭാര്യയുടെ മനസ്സ് തകർക്കാൻ എനിക്ക് പാടില്ല. എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. ഞാൻ അശ്ലീല കഥ കണ്ടുപോയാൽ, ഞാൻ അശ്ലീല ചിത്രങ്ങൾ വായിച്ചു പോയാൽ, ഞാൻ ലൈംഗിക അരാജകത്വത്തിന് വിധേയനായാൽ വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. എത്ര മറിച്ചു വെച്ചാലും ഒരു കാലത്ത് അതെന്റെ ഭാര്യ അറിയുക തന്നെ ചെയ്യും. ഭാര്യ അറിഞ്ഞാൽ ആ ഭാര്യക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയില്ല, ആ ഭാര്യക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ല. ആയതുകൊണ്ട് ആ ഭാര്യക്ക് സ്നേഹം തകർക്കുന്നൊന്നും ഞാൻ ചെയ്തു പോകരുത്. ഞാൻ അശ്ലീല കഥകൾ വായിക്കരുത്, അശ്ലീല ചിത്രങ്ങൾ ഞാൻ കാണരുത്, ഞാൻ ലൈംഗിക അരാജകത്തിന് വിധേയനാവരുത്, എന്നിൽ മറ്റു ചിന്തകൾ വന്നു പോകരുത്. എനിക്ക് എന്റെ ഭാര്യ മാത്രമാണ് ആശ്വാസം, എന്റെ ഭാര്യക്ക് ഞാൻ മാത്രമാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരു മനസ്സാണ്, 2 ശരീരമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കുടുംബം. അങ്ങനെ മനസ്സ് വരണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് നടക്കുന്നതല്ല. അതാ ഖുർആനിൽ പറഞ്ഞു, ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅ മാ അല്ലഫത ബൈനഹും വലാകിന്നല്ലാഹ അല്ലഫ ബൈന ഖുലൂബിഹിം. മനസ്സുകൾ ഒന്നിപ്പിക്കാൻ ശാസ്ത്രം എത്ര വളർന്നാലും സാധിക്കുകയില്ല, ലോകത്തൊരു സാങ്കേതിക വിദ്യക്കും കഴിയില്ല. അത് അല്ലാഹു തആല നൽകണം. അത് അല്ലാഹു തആല നൽകാനുള്ള റഹ്മത്തിന്റെ പണി എന്താ? അതിനാണ് റഹ്മത്ത് പറഞ്ഞത്. ഇപ്പൊ റഹ്മത്ത് വേണോ വേണ്ടേ? ഭാര്യൻ്റെയും മക്കളെയും ഉമ്മൻ്റെയും ഉപ്പൻ്റെ ഇന്നത്തെ ഓരോ കുടുംബത്തിൻ്റെ അവസ്ഥകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അവസ്ഥകൾ നിങ്ങൾ അങ്ങ് ആലോചിച്ചാൽ മതി. വലിയൊരു അധ്യായമാണ്. ഞാൻ തുടക്കം കുറിച്ചതാണ്. ഞാൻ അതിൻ്റെ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം റഹ്മത്ത് നമുക്ക് വേണോ വേണ്ടേ? ഇനി ഏതെങ്കിലും വീടുകളിൽ, ഏതെങ്കിലും കുടുംബങ്ങൾ റഹ്മത്തുണ്ടോ? ആ റഹ്മത്ത് പണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ചെറ്റ കൂരകളാണ്, മാസങ്ങളോളം അടുപ്പ് പുകയാറുണ്ടായിരുന്നില്ല.
അവിടെ ടെലിഫോണോ ഫോണോ അല്ലെങ്കിൽ ഫാക്സോ ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളും ഉണ്ടായിരുന്നില്ല. അവിടെ എന്നിരുന്നാലും 8, 10, 20, 30, 36, 40 മക്കളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ കുടുംബത്തിന് നല്ലൊരു സ്വസ്ഥത ഉണ്ടായിരുന്നു, കുടുംബത്തിന് നല്ല സമാധാനം ഉണ്ടായിരുന്നു. ആ പഴയ കാലങ്ങളിലേക്കൊന്നൊക്കെ ആചാരങ്ങൾ, ആ പഴയ കാലങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അത് കിട്ടുന്നുണ്ടോ? നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക, ഓരോ വീടുകളിലേക്ക് ആലോചിച്ച് നോക്കിയാൽ അത് കാരണം എന്താ? അത് വരാനുള്ള പണി എന്താ? അതിന് റഹ്മത്തിൻ്റെ മലായിക്കത്തെ നമ്മളെ വീട്ടിലേക്ക് വരണം, അത് കൊണ്ടുപോയി തരണം, എന്നെങ്കിലേ നമുക്ക് റഹ്മത്ത് ഇങ്ങനെ കിട്ടുള്ളൂ. അല്ലാതെ ഫോണ് വെച്ചാൽ, ഫാക്സ്, അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങൾ, അല്ലെങ്കിൽ കുറേ പ്രതിമകൾ എന്നൊന്നും പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയായി പോയല്ലോ പടച്ചവനെ. ഷോക്കേസിൽ പാമ്പൊന്ന്, നരിയൊന്ന്, പൂച്ച ഒന്ന്, കുറുക്കനൊന്ന്, പറഞ്ഞ മാതിരി തന്നെ ആ ഷോക്കേസിൽ പാമ്പും കീരിയും ഉണ്ടെങ്കിൽ എന്ന മാതിരി തന്നെയാണ് അവിടുത്തെ ഭാര്യയും ഭർത്താവും. ഷോക്കേസിൽ അമ്മാരിയാണല്ലോ വെക്കുന്നത്, അതേ രൂപത്തിൽ തന്നെ. അതെങ്ങാനും പറഞ്ഞു പോയാലാണെങ്കിലോ ഓൻ ഔട്ട് ഓഫ് ഫാഷൻ, ഓൻ അപരിഷ്കൃതൻ. പിന്നെ ഗാനമേളയും സർക്കസും പറയേണ്ടതില്ല. കല്യാണം ഉഷാറാവണമെങ്കിൽ ഗാനമേളയും സർക്കസും വേണം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രാമനാട്ടുകര ഒരു ഉറുദ ആസ്വാദന സാഹസിൽ ഞാൻ ചെന്നു. എൻ്റെ വണ്ടി നിർത്തി, നേരെ 2 ചെറുപ്പക്കാർ വന്നിട്ട് ആ ബൈക്കായിട്ട് എൻ്റെ വണ്ടിക്ക് ചെന്ന് ഇടിച്ച് വീണു. അന്വേഷിച്ച് നോക്കിയപ്പോൾ ആരാ? പുറത്തുള്ളവരൊന്നല്ല, നമ്മളെ ആൾക്കാർ തന്നെയാണ്. കല്യാണത്തിന് മദ്യക്കുപ്പിയിട്ട് പോവുക, വന്നുകൊണ്ട് ക്ഷമാപണം, ക്ഷമിക്കണം, ഞങ്ങൾ വണ്ടി നന്നാക്കി തരാം, ഞങ്ങൾ എവിടെയാണ് നിങ്ങളെ വർക്ക് ഷോപ്പ്, എന്താ ഞങ്ങൾ ക്ഷമാപണം, മാപ്പാക്കണം ഒന്നും പറയുന്നില്ല. നിർത്തിയിട്ട വണ്ടി കൊണ്ടുപോയിട്ടാണ് നമ്മുടെ പാവ 2 ചെറുപ്പക്കാരെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. പിന്നെ റഹ്മത്ത് വെറുതെ അങ്ങ് കിട്ടുമോ? ഇതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ലാ യസ്തമി ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യദ്കുറൂനല്ലാഹ തആല ഇല്ലാ ഹഫത്തുഹുൽ മലായിക വഗശിയതുഹുർ റഹ്മ വനസലത് അലൈഹിമുസ് സകീന വദക്കറഹുമുല്ലാഹു ഫീ മൻ ഇൻദാ. ഏതെങ്കിലും ഒരു വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട സമൂഹമേ, പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, നമ്മുടെ പൂർവീകരിലേക്കൊന്ന് മടങ്ങുക. നമ്മുടെ പൂർവീകര് നഫീസത്ത് മാല ചൊല്ലാത്ത ഒരൊറ്റ ദിവസം ഉണ്ടായിനോ? ഇപ്പൊ നഫീസത്ത് മാല പറയാൻ നമുക്ക് കഴിയോ? എന്താ ഇപ്പൊ ഇയാളൊക്കെ ഏത് പഴഞ്ചനാണ്? എവിടുന്ന അയാൾ വരുന്നത്? നഫീസത്ത് മാലേ എന്താ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സാസിൽ നഫീസത്ത് മാല ചൊല്ലിയോൽ എത്ര ആളുണ്ട്? കേട്ടോൽ എത്ര ആളുണ്ട്? കൂടിയോൽ എത്ര ആളുണ്ട്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, 10 30 വർഷം മുമ്പ് നഫീസത്ത് മാല ചൊല്ലാത്ത ഒരൊറ്റ മുസ്ലിം വീടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളിൽ മാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചില്ലേ, എൻ്റെ മക്കളിൽ നിന്ന് ഒരു പേരക്കുട്ടി വരാനിരിക്കുന്നു. ആ പേരക്കുട്ടി ലോകത്തിന്റെ ഉപരിഭാഗം മുഴുവനും അതാ വിജ്ഞാനത്തിന്റെ നിറകുടമാണ്. അതാ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു. ആ ആലിം ആരാന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത് മിസ്രിലാണെങ്കിൽ അവിടുന്ന് 10,000 കിലോമീറ്റർ അപ്പുറത്തല്ലേ ഇന്തോനേഷ്യ. മാഷാ അല്ലാഹ്, 25 കോടി ജനങ്ങൾ ഇന്ന് ലോകത്ത് 100 കോടി ജനങ്ങളാണുള്ളതെങ്കിൽ 25 കോടി ജനങ്ങളും മുസ്ലിമീങ്ങൾ ഇന്തോനേഷ്യയിലല്ലേ? ആ ഇന്തോനേഷ്യൻ മുസ്ലിമീങ്ങൾ മുഴുവനും ഷാഫി മദ്ഹബുകാരല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, മാഷാ അല്ലാഹ്, അവിടെ ചെന്ന് നോക്കുമ്പോഴല്ലേ അവിടുത്തെ ബുർദയും ദിക്റും സ്വലാത്തൊക്കെ കാണും. നമ്മൾ സുന്നികളാണോന്ന് നമ്മൾ ലജ്ജിച്ചു പോകും. ലോകത്ത് മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി കഴിഞ്ഞാൽ വലുപ്പത്തിൽ ഏറ്റവും വലുപ്പമുള്ള പള്ളി ജക്കാർത്ത ടൗണിന്റെ ഹൃദയഭാഗത്ത് മസ്ജിദുൽ ഇസ്തിഖ്ലാല് 5 ലക്ഷം പേർക്ക് ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റാവുന്ന പള്ളിയാണ് ജക്കാർത്തയിലെ പള്ളി. ആ ജക്കാർത്ത പള്ളിയിൽ മഗ്രിബ് നിസ്കാരത്തിന് കൂടിയപ്പോൾ പടച്ചവനെ, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു മഗ്രിബ് നിസ്കാരമുണ്ടോ? മഗ്രിബിന്റെ ദിക്റുണ്ടോ? നമ്മൾക്ക് ദിക്ർ 1-2 ദിക്ർ ചെല്ലുമ്പോഴേക്ക് ആളുകൾ ഒഴുകി പോവുകയായി. എന്നാൽ 15 മിനിറ്റോളം ദിക്റും ദ്വാകളും പല ദിക്റുകളും ചൊല്ലി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദ്വാ കഴിഞ്ഞ് ഇന്നപ്പ ഇമാം എനിക്കും കരുതി ഇല്ല. പിന്നെ രണ്ടാമത് ഫാത്തിഹ ഇഖ്ലാസും മുഅവ്വത്തിനും ഓതി ദ്വാ കഴിഞ്ഞതിന് ശേഷം മൗമൂമിങ്ങൾ മുഴുവൻ എഴുന്നേറ്റ് പോകുന്നുള്ളൂ. ലോകത്ത് 100 കോടി ജനങ്ങളിൽ 100 കോടി മുസ്ലിമീങ്ങൾ, 25 കോടി ഇന്തോനേഷ്യയിലാണ്. അങ്ങനെ ലോകം മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ
നോക്കിയാൽ മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹുവിന്റെ അനുയായികളല്ലേ? അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞില്ലേ? ആ ഇമാമുന ഷാഫി റളിയല്ലാഹു 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കിയിരുന്നില്ലേ? 14ാമത്തെ വയസ്സിൽ ലോകത്തിന്റെ മുഫ്തിയായിരുന്നില്ലേ? ആ ഇമാമുന ഷാഫി റളിയല്ലാഹു വഫാത്താകുന്ന സമയത്ത് ചെയ്ത വസിയത്ത് എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ട സുഹൃത്തെ, ഒന്ന് മനസ്സിലാക്കണം. എന്താണ് ചെയ്ത വസിയത്ത്? ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങൾ നേരിട്ട് മഖ്ബറയിലേക്ക് കൊണ്ടുപോകരുതേ. നിങ്ങൾ മഹദി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹായുടെ ഹദ്റത്തിൽ കൊണ്ടുപോയി ദുആ ചെയ്യിപ്പിച്ചിട്ടല്ലാതെ എന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോകരുതേ. ആര് വസിയത്ത് ചെയ്തത്? ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തത്. ആ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തായത് ഹിജ്റ 204 ഹിജ്റ 150 ജനിച്ചു, 204 വഫാത്തായി. കൊല്ലം 1225 26 കൊല്ലായി. എന്നാലും ഇന്നും ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ടൗണായ കൈറോ ടൗണ്, ആ കൈറോ ടൗൺ അറിയപ്പെടുന്നത് തന്നെ 1000 കുബ്ബകളുടെ നാട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1000 മുനാരങ്ങളാണ് അവിടെ കാണുന്നത്, മഖ്ബറകളാണ് കാണുന്നത്. ആ വലിയ ലോകത്തെ ഏറ്റവും വലിയ ട്രാഫിക് ജാം പണ്ട് മുമ്പ് ദുബായിലാണെങ്കിൽ ആ ദുബായിനെ വെല്ലുന്ന ട്രാഫിക് ജാമാണ് കൈറോവിലുള്ളത്. ആ കൈറോവിൽ ഏത് മുസ്ലിം ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് മരിച്ചാലും നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹായുടെ ഹദ്റത്തിൽ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിച്ചിട്ടല്ലാതെ മയ്യത്ത്. നമ്മളെ സുന്നത്തെ മാറ്റം എവിടെ? നമ്മൾ സുന്നികളാ? നമ്മളിവിടെ നിന്ന് മയ്യത്ത് എടുത്തുകൊണ്ട് വേറെ ആർക്കെങ്കിലും അർപ്പിക്കാൻ കൊണ്ട് നോക്കണ്ടേ? ഓൾക്ക് മയ്യത്തോണ്ടും ഗ്രൂപ്പ് കളിക്കുകയാണ് എന്നറിയും, മയ്യത്തും പന്തിട്ടി കളിക്കാന്ന് പറയും. നമ്മളവിടെ അങ്ങനെ പറയാ. എന്നാൽ ഇന്ന് കൈറോ ടൗണിൽ ചെന്ന് നോക്കിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ 3 തവണ വിനീതൻ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ ഹദ്റത്തിൽ ചെല്ലാൻ ഭാഗ്യം ലഭിച്ചു. മാഷാഅല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. അവസാന സമയത്ത് ചെന്നപ്പോൾ 7 മയ്യത്താണ്. അതിന്ന് താന്നൂര് മരിച്ചാൽ ഒരു ദുരന്തത്തിൽ 3 മരിച്ചതല്ല. ആ രംഗമൊക്കെ പറയാൻ ടൈം അനുവദിക്കുന്നില്ലല്ലോ. 7 വ്യത്യസ്ത നാടുകളിൽ നിന്ന് അത് 4, 5, 6 മണിക്കൂർ ട്രാഫിക് ജാമിൽ കാത്തിരുന്നാലും ശരി, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ ഹദ്റത്തിൽ കൊണ്ടുവരാതെ ഒരൊറ്റ മയ്യത്തും. ഇന്നും കൈറോട്ടം 100 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ദുബായ് ട്രാഫിക് ജാമിനേക്കാൾ വലിയ ജാം. എന്നിരുന്നാൽ തന്നെയും നഫീസത്തുൽ മിസ്രി റളിയല്ലാഹുവിന്റെ അടുത്ത് കൊണ്ടുവരാതെ ആരാണ് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ പറയാൻ സമയം അനുവദിക്കുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന്റെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഖബർ കുഴിച്ചു വെച്ച് ആ ഖബറിൽ നിന്നുകൊണ്ട് 6000 ഖത്മുൽ ഖുർആൻ, നമ്മൾ AC റൂമിലിരുന്നിട്ടേ 6000 ഖത്മുൽ ഖുർആൻ പോയിട്ട് റമദാൻ മാസത്തിൽ ഒരു ഖത്മ് തീർത്തുകണോ? നമ്മളെ ഖബറിന്റെ മുമ്പൊന്ന് ഖബർ കണ്ടിട്ടുണ്ടോ? ഖബർ കാണുമ്പോഴേക്ക് നമ്മൾ ബോധം കെട്ടി വീണില്ലേ? നമുക്ക് ശൈത്താനിയത്തിളകില്ലേ? എന്നാൽ മഹദി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ ഖബർ കുഴിച്ചു വെച്ചിട്ട് 6000 ഖത്മ് തീർത്തുകൊണ്ടാണ് ആ മഹദി മരിച്ചതെങ്കിൽ ആ മഹദിയെ ഓർത്തുകൊണ്ടല്ലാതെ മാല ചൊല്ലാതെ നമ്മുടെ വീടുകളിൽ ആരെങ്കിലും കിടന്നുറങ്ങിയിരുന്നോ? ഏതെങ്കിലും ഗർഭസ്ഥ ശിശുക്കള് ആദ്യമായി കേട്ടിരുന്നത്, ഗർഭിണികൾ പ്രസവിച്ചിരുന്നത്? ഞാൻ ആലോചിച്ചു പോവുകയാണ്. 1982 ഫറൂഖിൽ നടന്ന മുജാഹിദ് മഹാസമ്മേളനത്തിൽ ഒരു സോവനീർ ഇറക്കിയിരുന്നു. അതിൽ കേരളത്തിലെ സാഹിത്യ സാമ്രാട്ടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഒരു ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനത്തിന്റെ തുടക്കം തന്നെ അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമീന 2 ബൈത്ത. എന്നിട്ട് അദ്ദേഹം എഴുതുക, എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് എൻ്റെ ഉമ്മക്ക് പ്രസവവേദന വന്നാൽ, എൻ്റെ പെങ്ങന്മാർക്ക് പ്രസവവേദന വന്നാൽ അപ്പം ബുർദ ഇന്ന് നമുക്ക് ബുർദ ആസ്വാദനമായി മാറി, നമുക്കത് കേട്ടിങ്ങനെ ആസ്വദിക്കലായി മാറി. വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ നഫീസത്തുമാൻ എവിടെ പോയി? മങ്കൂസ് മൗലിദ് എവിടെ പോയി? മുഹിയുദ്ദീൻ റാത്തീബ് എവിടെ പോയി? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, ലാ യസ്തമിഉ ഖൗമുൻ ഫീ ബൈതിൻ മിൻ ബുയൂത്തില്ലാഹ് യദ്കുറൂനല്ലാഹ തആല ഇല്ലാ ഹഫത്തുഹുൽ മലായിക വഗശിയതുഹുർ റഹ്മ വനസലത് അലൈഹിമുസ് സകീന വദക്കറഹുല്ലാഹു ഫീ മൻ ഇൻദാ. ഹദ്ദാദ് റാത്തീബ് എങ്കിലും പതിവാക്കാൻ. നേരത്തെ നമുക്ക് ഡ്യൂട്ടി ഫ്രീ കിറ്റ് പ്രിയപ്പെട്ട മലപ്പുറം ജില്ലാ SVS അധ്യക്ഷൻ കുറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി പറഞ്ഞില്ലേ, കുറെ പറഞ്ഞല്ലോ. എന്തൊക്കെ ഞാൻ ഡ്യൂട്ടി ഫ്രീ കിറ്റിലുള്ളത് മറന്നുപോയോ? ഏതൊക്കെ യാസീന്, സൂറത്തുൽ ഇഖ്ലാസ്, ഇതൊക്കെ ഇനിയെങ്കിലും ഒന്ന് തീരുമാനിക്കുക. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ പതിവാക്കിയാൽ മൊല്ലാക്കക്ക് കാശ് കൊടുക്കാനല്ല.
ബുക്ക് സ്റ്റാളിൽ കുറച്ച് മുസാഫ് ചെലവാകാനല്ല, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ആത്മീയത. ലത്തായിഫുൽ മിനിൽ കാണാം ഒരു സംഭവം. തെളിവ് ചോദിക്കുന്നെങ്കിൽ ഓനെക്കുറിച്ച് അപ്പം മനസ്സാക്കിക്കോ ഓനയിൽ വിശ്വാസമില്ലാത്തവനാണ് എന്ന്. ഇന്നത്തെ അവസ്ഥ. മഹാനായ ജാമിയ അറബി കോളേജ്, പട്ടിക്കാട് ജാമിയ നൂരി അറബി കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന പ്രിയപ്പെട്ട കോട്ടുബൽ ഉസ്താദ് നവ്വർ അല്ലാഹു മർഖദ, അള്ളാഹു തആല ദറജ ഉയർത്തുമാറാവട്ടെ, മഹാനവർ പറയാറുണ്ടായിരുന്നു, ഇന്നത്തെ സുന്നികളൊക്കെ പറയൻ സുന്നികളാണ്. എൻ്റെ അപ്പം എന്താ? സുന്നിന്ന് പറയുകയേ ചെയ്യുള്ളൂ, സുന്നത്തെ മാറ്റത്തിൻ്റെ ആചാരം ചെയ്യൂല. നമ്മൾ മങ്കൂസ് മൗലിദ് ഓതണമെന്ന് സമർത്ഥിക്കും, മങ്കൂസ് മൗലിദ് നമ്മൾ ഓതൂല. മുഹ്യിദ്ദീൻമാല ചെല്ലണമെന്ന് സമർത്ഥിക്കും, മുഹ്യിദ്ദീൻമാല നമ്മൾ ചെല്ലൂല. നഫീസത്തുമാല നമ്മൾ കേട്ടിട്ടേ ഇല്ല, നമ്മൾ മറന്നേ പോയി. ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും അടുത്ത റംളാൻ തൊട്ടിട്ട് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹുവിൻ്റെ ആണ്ട് വളരെ വിപുലമായിട്ട് മഅദിന് നടത്തണം തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ആരാണ് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ അപ്പോഴേ നമുക്ക് തിരിയുകയുള്ളൂ. അപ്പോൾ ഏതാണെങ്കിൽ ഇതുകൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്നത് എന്താണ്? അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ. ദിക്റുൽ അംബിയാ കഫാറ വദിക്റു സ്വാലിഹീന ഇബാദ. സ്വാലിഹീങ്ങളെ പറയുന്നത് അത് വലിയ ഇബാദത്താണ്. നമ്മളെ പൂർവികരൊക്കെ രക്ഷപ്പെട്ടത്. നമുക്കിന്ന് അത് ഉണ്ടോ ഇല്ലേ എന്ന് തന്നെ മാഷാ അല്ലാഹ് പറയാൻ എനിക്ക് ടൈം അനുവദിക്കാത്തത് കൊണ്ടാണ്. റിപ്പബ്ലിക് ദിനാണല്ലോ അല്ലേ? നമ്മൾ ആരോ ഓർക്കണല്ലോ, പ്രിയപ്പെട്ട മൗലാന മുഹമ്മദിനെ നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. ആ മൗലാന മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആരാ? സ്വാതന്ത്ര്യ സമര സേനാനി, ഒരു മുസ്ലിം നാമധാരി. മഹാത്മാഗാന്ധിൻ്റെ അത്രയൊന്നുമില്ല, നെഹ്റുജീൻ്റെ അത്രയൊന്നും ഇല്ല. നമ്മളങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാത്മാഗാന്ധി ജയിൽവാസം അനുഭവിക്കുന്നതിന് മുമ്പ്, ജയിൽവാസം അനുഷ്ഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിൽവാസം കിടന്ന വ്യക്തിയാണ് ആര്? മൗലാന മുഹമ്മദ് അലി. മഹാത്മാഗാന്ധി ഒരു ഉപവാസം അനുഷ്ഠിച്ച് ആ ഉപവാസം അവസാനിപ്പിച്ച് മൗലാന മുഹമ്മദ് അലി നാരങ്ങനീര് കൊടുത്തുകൊണ്ടാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആ മഹാത്മാഗാന്ധിക്ക് ഊർജം നൽകിയത് പ്രിയപ്പെട്ട മൗലാന മുഹമ്മദ് അലിയാണ്. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നെഹ്റുജിയെ വളർത്തിയത് മൗലാന മുഹമ്മദ് അലിയാണ്. മൗലാന മുഹമ്മദിന്റെ സെക്രട്ടറി ആയിരുന്നു നെഹ്റുജി. ആ നെഹ്റുജിക്ക് വളർത്തിക്കൊണ്ടുവന്നത് ആരാണ്? പക്ഷെ മൗലാന മുഹമ്മദിന് ആർക്കറിയാം? ആ മൗലാന മുഹമ്മദിന് കേവലം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി മാത്രമായിരുന്നില്ല. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, അവരുടെ ഉമ്മ വലിയത്തായിരുന്നു, വലിയ ആബിദത്തായിരുന്നു, സ്വാലിഹത്തായിരുന്നു. ഞാൻ ഇപ്പൊ പറയുമ്പോ അബ്ദുൽ ആ കതർ ഷർട്ട് എവിടെ നിൽക്കാതെ എനിക്ക് എവിടെ നിൽക്കിയ കതർ ഷർട്ട്? കോൺഗ്രസ്സുകാർ, ഞാൻ കോൺഗ്രസ്സുകാരനാക്കരുത് ദയവ് ചെയ്തിട്ട്. എനിക്ക് ഒരു പാർട്ടിയില്ല. അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ നിങ്ങളുടെ കോൺഗ്രസ് ഒന്നും മറ്റൊന്നും ആക്കും ചെയ്യരുത്. ഈ കതർ ഷർട്ട് എന്നൊക്കെ പറയുന്നത് എന്താ? ഈ കതർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഓരോട് കോൺഗ്രസ്സുകാർ കതർ എന്നോട് ചോദിച്ചു നോക്കണ്ടി. എന്നാ മഹാത്മാഗാന്ധിക്ക് മൗലാന മുഹമ്മദ് അലിയുടെ ഉമ്മ ഒരു ഷർട്ട് നെയ്തുകൊണ്ടിട്ടിട്ട് ആപ്കേ ലിയേ ഖദർ ഹേ എന്ന് ആര് പറഞ്ഞതാണ്? മൗലാന മുഹമ്മദിന്റെ ഉമ്മ പറഞ്ഞതാ. ആ ഉമ്മ പറഞ്ഞപ്പോ ആ മഹാത്മാഗാന്ധി അത് ഉദ്ദേശിച്ചിട്ട് അന്ന് ആ ഷർട്ടാണ്ട് പേരിട്ടു. ഏത്? ഖദർ എന്ന് പറഞ്ഞ ആദരവ് എന്ന ഉറുദു അർത്ഥം. ഷറഫ് ഖദർ എന്ന് പറഞ്ഞത് ആ പേര് നൽകിയത് പ്രിയപ്പെട്ട മൗലാന മുഹമ്മദിന്റെ ഉമ്മയാണ്. ആ മൗലാന മുഹമ്മദ് കേവലം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നില്ല, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു തേരാളി കൂടിയായിരുന്നു. എന്നാ മൗലാന മുഹമ്മദ് മരിച്ചത്? എവിടെയാണ് മൗലാന മുഹമ്മദ് മരിച്ചു കിടക്കുന്നത്? ആർക്കറിയാ? കുട്ടിയോടൊന്ന് ചോദിക്കട്ടെ, എവിടാണ് മൗലാന മുഹമ്മദ് അലി? ഡൽഹിയിൽ, ഇംഗ്ലണ്ടിൽ, ലണ്ടനിൽ, ഇതൊക്കെ നമുക്ക് പറയാനുള്ളത്. എന്നാൽ മാഷാ അല്ലാഹ് മൗലാന മുഹമ്മദ് അലി വിഷമിക്കുന്നു എവിടെയാണെന്നറിയാമോ? മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മസ്ജിദുൽ അഖ്സ, ആ ഖുബ്ബത്തുൻ സഖ്റയുടെ നേരെ മുമ്പിലാണ് മൗലാന മുഹമ്മദ് വിഷമിക്കുന്നത്. മൗലാന മുഹമ്മദിന്റെ മഖ്ബറയുടെ വലുപ്പവും രൂപവും ആ ഗേറ്റും കവാടങ്ങളൊക്കെ മൗലാന മുഹമ്മദ് അലി മുജാഹിദുൻ അലീമുൻ ഹിന്ദിയുൻ മൗലാന മുഹമ്മദ് അലി തഗമ്മദഹുല്ലാഹു ബിറഹ്മതി. ഞാൻ പറഞ്ഞ വിശ്വസിക്കണ്ട. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് സൈറ്റ് ഒന്ന് നോക്കുക, മൗലാന മുഹമ്മദിന്റെ സൈറ്റ്. മൗലാന മുഹമ്മദ് എങ്ങനെ അവിടെ എത്തിയത്? ബൈത്തുൽ മുഖദ്ദസിൽ സിയാറത്തിന് പോയപ്പോൾ അവിടുന്ന് മരിച്ചതാണോ? അല്ല.
1931 ജൂണില് നമ്മുടെ മഹത്തായ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് ജാതിയോട് മുഖത്ത് നോക്കി സ്വാതന്ത്ര്യം ചോദിച്ചു വാങ്ങിയ ഇതാ സ്വാതന്ത്ര്യമില്ല എങ്കിൽ എന്റെ 6 അടി മണ്ണ് എന്റെ ജന്മനാടായ ഇന്ത്യയിൽ എനിക്ക് വേണ്ട, ഞാനതിന് ആഗ്രഹിക്കുന്നില്ല. അമ്പിയാക്കൾ ഔലിയാക്കളെ മസാർ തച്ചുടക്കുന്ന സ്ഥലത്തും എനിക്ക് വേണ്ട. 1917 ശേഷമാണ് നിങ്ങൾ മുജാഹിദ് ആചാരമുണ്ടെന്ന് മനസ്സിലാക്കുന്ന രാഷ്ട്രം ഏതാണോ അവിടെ മസാറുകൾ തച്ചുടക്കാൻ തുടങ്ങിയത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. മൗലാനാ മുഹമ്മദ് എഴുതി വെച്ചു, ഞാൻ മരിച്ചാൽ എന്റെ മക്ബറ ഔലിയാക്കൾ അമ്പിയാക്കളുടെ മസാറുകൾ സംരക്ഷിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഷഅബാൻ 15 മൗലാനാ മുഹമ്മദ് മരിക്കുന്നത്. റമദാൻ 5 മൗലാനാ മുഹമ്മദ് മയ്യത്ത് ബൈത്തുൽ മുഖദ്ദസിൽ എത്തുന്നത്. 20 ദിവസം പിടിച്ചിട്ടുണ്ട്. മൗലാനാ മുഹമ്മദ് മയ്യത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് മരിച്ചിട്ട് എവിടത്തേക്ക് എത്താൻ? എന്തിനു വേണ്ടി? അമ്പിയാക്കൾ ഔലിയാക്കളെ അടുത്ത് കിടക്കാൻ വേണ്ടി. ഇതൊക്കെ പറയാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ലോകം എന്താണെന്നറിയാതിരുന്ന കിണറ്റി കിടക്കുന്ന താവള ഇതാണ് ലോകം എന്ന് മനസ്സിലാക്കുന്ന പോലെ കേരളത്തിൽ മാത്രം നിന്നു. പിന്നീടൊന്ന് യുഎയിലും ഖത്തറിലും ബഹ്റൈനിലും പോയി വന്ന് എന്നിട്ട് ഇത് തന്നെയാണ് ലോകം, ഇവിടെ ഓടിയും സുന്നത്ത് ജമാഅത്ത് കാണുന്നില്ല, ഞങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ കഴിഞ്ഞ ഞങ്ങളുടെ 2 സിയാറത്തുകളും ഉണ്ടായിരുന്നു. ആദ്യത്തെ സിയാറത്തിൽ 50 സിനിമ അഭിനയിച്ച ഒരു സിനിമാ നടനുണ്ടായിരുന്നു. കരിപ്പൂർ എയർപോർട്ടിൽ വന്നപ്പോൾ അയാളെ കാണുന്ന ആകെ വേദനിച്ചു. പടച്ചോനെ, ഇയാളെ കൂടെയുള്ള സിയാറത്തിന് പോകുന്നത് ഇത് ഏതെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പറയലുണ്ടാകുക? മാഷാ അല്ലാഹ്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമായത് അദ്ദേഹം 2-3 ദിവസമൊക്കെ മാറി നിന്ന് പിന്നെ അദ്ദേഹം സിയാറത്തിൽ അങ്ങ് ലയിച്ചു. പിന്നീട് അദ്ദേഹം നഫീസത്തുൽ മിസ്ർ അള്ളാഹുവിൻ്റെ ഹദ്റത്തിലൊക്കെ എത്തിയപ്പോൾ പൊട്ടി കരയുകയായിരുന്നു. മാത്രമല്ല ഇനി എൻ്റെ ജീവിതത്തിൽ സിനിമ കാണുക പോലുമില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു. അവരൊക്കെ വരുന്നത് എന്തിനാ? സുയസ് കനാൽ കാണാന്, പിരമിഡ് കാണാന്, ഇന്റർനാഷണൽ മ്യൂസിയം കാണാന്, ഇതൊന്നും കാണാനല്ല വരുന്നത്. പക്ഷേ ഇവിടെയൊക്കെ വന്നു നോക്കുമ്പോൾ എന്ന പോലെ തന്നെ കേരളത്തിലെ നിരവധി അവാർഡുകൾ വാങ്ങിയ ഫോട്ടോഗ്രാഫർ, ഞാൻ പേരടക്കം പറയുന്നു, അജീബ് കൊമാച്ചി, അദ്ദേഹം കഴിഞ്ഞ ഞങ്ങളുടെ ടൂറിലുണ്ടായിരുന്നു. അദ്ദേഹം ഇതെല്ലാം ഒപ്പിയെടുത്തു, ഫോട്ടോ എടുത്തു. ഇവിടുത്തെ മുജാഹിദിന്റെ വലിയ നേതാവായ സുഹൈർ ചുങ്കത്തർ അടക്കം പഠിപ്പിക്കുന്ന ഫറൂഖ് റൗളത്തുൽ ഉലൂം അറബിക് കോളേജിലെ 2 മുജാഹിദ് പ്രൊഫസർമാർ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ കഴിഞ്ഞ ദിവസം വന്നു. ഫോട്ടോ ആൽബം സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. അത് തിരിച്ചും മറിച്ചും ഇങ്ങനെ കുറെ നോക്കി. അതിൽ നോക്കിയപ്പോഴാണ് മാഷാ അല്ലാഹ്, സിരിയയിൽ ഡമസ്കസിൽ ചെന്ന് നോക്കുമ്പോൾ പ്രിയപ്പെട്ട നബിയുല്ലാഹി യഹ്യാ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ മഖ്ബറ മാഷാ അല്ലാഹ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു തആല തങ്ങൾ ഇഹ്യാ എന്ന കിതാബ് രചിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം മഹാനായ ഇമാം നബിയുല്ലാഹി യഹ്യാ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ സവിധത്തിലാണ് കേട്ടോ. അവിടെ അസാവിയത്തുൽ ഗസാലിയ എന്ന പേര് എഴുതി വെച്ചിരിക്കുന്നു. മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ 2ാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാമുൻ നബി റഹിമഹുല്ലാഹു തആല തങ്ങൾ അതാ നിരവധി കിതാബുകൾ രചിച്ചത്, നിരവധി വർഷങ്ങൾ ദർസ് നടത്തിയത് ഡമസ്കസിലെ ഏറ്റവും വലിയ പള്ളിയായ മസ്ജിദുൽ ഉമവിയിലാണ്. അവിടെ അതിന്റെ സെന്ററിലാണ് ഈ കസേര എങ്ങനെയാണോ, ഈ ചെയർ സോഫ എങ്ങനെയാണോ സ്റ്റേജിലിരിക്കുന്നത് എന്ന പോലെയാണ് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ മഖ്ബറ. അവിടുന്ന് ഏതാനും കിലോമീറ്റർ അപ്പുറത്ത് നബിയുല്ലാഹി സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ മഖ്ബറ, നബിയുല്ലാഹി യഹ്യാ ദുൽകിഫ്ൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ മഖ്ബറ. അങ്ങനെ പറയാൻ എനിക്ക് ടൈം അനുവദിക്കുന്നില്ലല്ലോ, ഞാൻ ചുരുക്കട്ടെ. ഈ ഫോട്ടോ, എല്ലാ നബിമാരെ ഫോട്ടോ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ഈ 2 മൗലിമാർ പറയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനൊക്കെ കേരളത്തിൻ്റെ പുറത്ത് പോയാൽ എല്ലാ നബിമാരെ നേർച്ചയും ഊറൂസും സിയാറത്തും ദിക്റും സ്വലാത്തും ഇവിടെ നടക്കുന്നതിനേക്കാൾ ഉഷാറായിട്ടുണ്ട് അല്ലേ? പിന്നെ നമ്മൾ മാത്രം ഇത് ശിർക്കാ എന്ന് പറഞ്ഞിട്ട് എന്ത് ഫലാ ഉള്ളത്? ഇത് പറയുന്നത് ആരാ പറയുന്നത്? സാധാരണ മനുഷ്യനല്ല, ഒരു സുന്നിയല്ല പറയുന്നത്. മുജാഹിദിന്റെ 2 റൗളത്തുൽ ഉലൂം അറബിക്കുള്ള 2 പ്രൊഫസർമാരാണ് പറയുന്നത്. ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് നമുക്ക് സുന്നത്ത് ജമാഅത്ത് അത് മാത്രമാണ് ഹഖ്. അതിലധിഷ്ഠിതമായി ആ പഴയ ആചാരങ്ങളിലേക്ക് ദിക്റുകളും സ്വലാത്തുകളും പതിവാക്കാൻ തീരുമാനിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് നമുക്കൊരു ഫാത്തിഹ 3 ഇഖ്ലാസ് മുഅവ്വദിൻ ഓതി നമുക്ക് അല്പം ഇസ്തിഗ്ഫാർ തഹ്ലീൽ ചൊല്ലി. വളരെ ക്ഷീണമുള്ള ദിവസമാണ് സത്യത്തിൽ ഇന്ന്. 2-3 ദിവസം രാവിലെ തൊട്ടിട്ടങ്ങ് തുടങ്ങിയ യാത്ര
എത്രയും പെട്ടെന്ന് വന്നു പോകണം ധരിച്ചത്. പക്ഷേ ഏതാണെങ്കിലും അൽഹംദുലില്ലാഹ് ഇവിടത്തോടുള്ള ഈ സംരംഭത്തോട് ഉള്ള സന്തോഷം കൊണ്ട് മാത്രമാണ് ഇത്രയും സംസാരിച്ചത്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഏതാണെങ്കിലും കാലം എത്ര പരിഷ്കരിച്ചാലും, എത്ര നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചാലും, എത്ര നല്ല മുന്തിയ ഡ്രസ്സ് ധരിച്ചാലും നമ്മുടെ സൂര്യൻ മാറിയിട്ടില്ല, നമ്മുടെ ചന്ദ്രൻ മാറിയിട്ടില്ല, ഭൂമി മാറിയിട്ടില്ല. നമ്മുടെ ആദർശം നമുക്ക് മാറിപ്പോവരുത്. സൂര്യനും ചന്ദ്രനും മുഴുവൻ മാറിയാലും ആദർശത്തിൽ യാതൊരു വ്യതിയായനും വന്നു പോവരുത്. അത് നമ്മുടെ പൂർവീകർ വകുല്ലു ഖൈരിൻ ഫി ഇത്തിബാഇ മൻ സലഫ് വകുല്ലു ശദ്ദിൻ ഫി ഇബ്തിദാഇ മൻ ഖലഫ്. പൂർവീകരുടെ മാതൃക നമ്മുടെ വാപ്പുപ്പാപ്പമാർ നമുക്ക് കൈമാറി തന്നത് മഹത്തുക്കളായ ഉലമാക്കൾ, മഹാനായ ശൈഖുനാ താജുൽ ഉലമ അബ്ദുർറഹ്മാൻ അൽ ബുഖാരി ഹഫിളഹുല്ലാഹ്, മഹാനായ ശൈഖുനാ എപി ഉസ്താദ് ഹഫിളഹുല്ലാഹ് അടക്കമുള്ള സാദാത്തുക്കൾ ഉലമാക്കൾ നമുക്ക് തന്നത് അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് നേരിട്ട് ലഭിച്ചതാണ്. അതിൽ നിന്ന് അണുകൾ വ്യതിയാനം പാടില്ല. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമുക്കൊരു ഫാത്തിഹ, 3 ഇഖ്ലാസ്, മുഅവ്വദത്തുൽ